വിഘ്നേഷിടം വന്നോ? ഇതെന്താ നേരത്തെ? ആ, ഞാൻ കുറച്ച് നേരത്തെ പോന്നു. ദേ വിഘ്നേഷേട്ടാ, നിങ്ങളുടെ ഈ ഉഴപ്പ് കുറച്ചു നാളത്തേക്ക് മാറ്റി വെക്കണം. ഓഫീസ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. ആദർശം അമ്മ അവിടെ ഇല്ലാത്തതാ. ആ കാര്യം പറയാനാ ഞാൻ നേരത്തെ വന്നത്. അമ്മ എവിടെ? അമ്മ ആദർശിന്റെ കാര്യം അറിഞ്ഞതു മുതലുള്ള കരച്ചില്ല. കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിപ്പാ. എന്നിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മയുടെ അടുത്ത് നിൽക്കാറുന്നില്ലേ നിനക്ക്? അതിനെ അവൾ അവിടെയുണ്ട്, ആ മീര. അവളുടെ അഭിനയം കണ്ട എനിക്ക് ദേഷ്യം വരും. വെറുതെ ഈ സമയത്ത് അതും കൂടി കേൾപ്പിച്ച് അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ആ, അക്കാര്യം ഞാൻ അഭിയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്ത് കാര്യം? കുറച്ചു നാളത്തേക്ക് നിനക്ക് മീരയോടുള്ള ദേഷ്യം വാശിയൊക്കെ മാറ്റിവെക്കണം. ആദർശ് റിമാൻഡിലായതോടെ ആ കുട്ടിക്ക് നല്ല സങ്കടം കാണും. വെറുതെ ഓരോന്ന് പറഞ്ഞ് അതിനെ വിഷമിപ്പിക്കണ്ട. ഓഹോ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാനാണോ ഓരോന്ന് പറഞ്ഞ് മീരെ വിഷമിപ്പിക്കുന്നല്ലേ? അല്ലാതെ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എടീ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വഴക്കുണ്ടാവരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ ആരോടും വഴക്കുണ്ടാക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇപ്പൊ തന്നെ ആ മീരയുടെ സങ്കട അഭിനയം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. അത് അമ്മയടുത്ത് പോലും നിൽക്കാതെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് അവൾക്ക് വിഷമാവുന്ന ഓർത്തിട്ടല്ല, എന്റെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകാതിരിക്കാനാ. അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന എന്നോട് വഴക്കിടരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എന്റെ അഭി, ഞാൻ പറയുന്ന നീ അതിന്റെ സെൻസിൽ എടുക്ക്. നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ലോകത്ത് ഞാനല്ലാതെയുള്ള എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾക്ക് നല്ലതാ. ഓഹ്, എന്റെ ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യ്. ആ, പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തില്. എന്തുപറ്റി? എന്താ കാര്യം? ആ, മെയിൻ ഓഫീസിൽ നിന്ന് ഇപ്പൊ അക്കൗണ്ടന്റ് വിളിച്ചിരുന്നു. ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനല്ലേ ആദർശിന്റെ സൈൻ വേണം. അതുകൊണ്ട് കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഈ അവസ്ഥയിൽ അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ അമ്മ തിരിച്ചു വരണം. അതെങ്ങനെ വിഘ്നേഷേട്ടാ? ആദർശിനെ റിമാൻഡ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോ തൊട്ട് അമ്മ ആകെ തകർന്നു. ഈ അവസ്ഥയിൽ ഓഫീസിൽ വരാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ കൂടി വന്നില്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോവും. ആദർശ് ഉണ്ടായിരുന്നപ്പോ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇപ്പോ കമ്പനി നാഥനില്ലാത്ത കളരി പോലെയായി. അതിനല്ലേ നിങ്ങൾ അവിടെ ഉള്ളത്? നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തൂടെ? ആദർശിന് പകരം ഞാൻ ചെക്കിൽ സൈൻ ചെയ്താൽ മതിയെന്നാണോ നീ പറഞ്ഞു വരുന്നത്? വിഘ്നേഷേട്ടാ, നിങ്ങൾ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിങ്ങൾ സൈൻ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോ അമ്മ വന്നാലും ആദർശിന്റെ സൈനിന് പകരം ആവില്ലല്ലോ. കാര്യങ്ങൾ നോക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അബി, ഞാൻ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. എനിക്ക് ബിസിനസ്സിൽ അത്ര വലിയ പരിചയമൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് മുന്നിൽ പോലും അമ്മയെ ആദർശ് പറയുന്ന അത്ര പവറൊന്നും ഞാൻ എത്ര ശ്രമിച്ചാലും കിട്ടില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ സമയത്ത് നമ്മൾ എങ്ങനെ അമ്മയോട് ഇത് പറയും? അതാ എന്റെ ടെൻഷൻ. പറയാതെ നിവൃത്തിയില്ല. കമ്പനിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് എളുപ്പം സാധിക്കും. അപ്പൊ അതിന് വഴങ്ങിക്കൊടുക്കാതെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആദർശ് പുറത്തു വരുമ്പോ പഴി പറയാൻ പോകുന്നത് നമ്മളെയായിരിക്കും. അത് നീ മറക്കണ്ട. അതും ശരിയാ. അപ്പൊ എന്താ ഒരു വഴി? ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഓഫീസിൽ കൊണ്ടുപോവാ. ബാക്കിയൊക്കെ പിന്നീട് നോക്കാം. ശരിയാ, നിങ്ങൾ ഏതായാലും വാ, നമുക്ക് അമ്മയോട് പോയി കാര്യങ്ങൾ സംസാരിക്കാം.